മനുഷ്യാവകാശ പ്രവർത്തകയും എനിക്ക് ഗുരുതുല്യയുമായ ഷമീം മോദി ഒരിക്കൽ അവരുടെ ഒരു റിസർച്ചിന്റെ ഭാഗമായി ഉണ്ടായ ഒരു അനുഭവത്തിനെ കുറിച്ച് പറയുകയുണ്ടായി. പൂനെയിലെ സാധാരണക്കാരായ സ്ത്രീകളുടെ ഇടയിൽ നടത്തിയ ഒരു സർവേയുടെ ഭാഗമായിട്ട് അവരെല്ലാ സ്ത്രീകളോടും ഒരേ ചോദ്യം ചോദിച്ചു അത്രേ. ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ അടിക്കാറുണ്ടോ? ഈ ചോദ്യത്തിന് ബഹുഭൂരിപക്ഷം സ്ത്രീകളും മറാഠിയിൽ പറഞ്ഞ മറുപടി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ് അന്ന് മിസ്സസ് മോദി ഞങ്ങളോട് പറഞ്ഞത്. മറുപടി ഇതാണ്: എന്നെ അല്ലെങ്കിൽ പിന്നെ നിങ്ങളെയാണോ എന്റെ ഭർത്താവ് അടിക്കേണ്ടത്? പുരുഷന്മാർക്ക്, വിശേഷിച്ചും ഭർത്താക്കന്മാർക്ക്, തല്ലാനും ചവിട്ടാനും ദേഷ്യം തീർക്കാനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഉപകരണങ്ങളോ വസ്തുക്കളോ ആണ് തങ്ങളെന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം സ്ത്രീകൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുന്ന ഒരു നിയമത്തെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. ലെറ്റ്സ് ഡിസ്കസ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. ഇന്ത്യയിൽ ഗാർഹിക പീഡനങ്ങളെ ചെറുക്കാൻ വേണ്ടി ആദ്യമായി ഉണ്ടായ നിയമമൊന്നുമല്ല ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1961 പാസാക്കിയ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, സ്ത്രീധന നിരോധന നിയമം ആണ് ഈ കൂട്ടത്തിൽ ആദ്യത്തേത് എന്ന് വേണമെങ്കിൽ പറയാം. ആ നിയമം കൃത്യമായി പറഞ്ഞത് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും പ്രേരിപ്പിക്കുന്നതും തെറ്റാണ് എന്നാണ്. എന്നാൽ അതുകൊണ്ട് ഒന്നുമായില്ല. സത്യത്തിൽ ഇന്ത്യൻ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, നിയമ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കാര്യമായ അനക്കമൊന്നും സൃഷ്ടിക്കാത്ത ഒരു നിയമമാണ് ഈ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. അതുകൊണ്ട് തന്നെ 1983 ഉണ്ടായ ക്രിമിനൽ ലോ അമെൻമെന്റിന്റെ ഭാഗമായി ഇന്ത്യൻ പീനൽ കോഡിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു സെക്ഷൻ നമ്മൾ എഴുതി ചേർത്തു. സെക്ഷൻ 498A വളരെ പവർഫുൾ എന്ന് ഇന്നും ആളുകൾ വിശ്വസിക്കുന്ന ആ പ്രൊവിഷൻ കൈകാര്യം ചെയ്യുന്നത് ക്രൂവൽറ്റി ബൈ ഹസ്ബൻഡ് ഓർ ഹിസ് റിലേറ്റീവ്സ് എന്നാണ്. അതായത് ഭർതൃമതിയായ ഒരു സ്ത്രീ ഭർത്താവിൽ നിന്നോ ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്നോ നേരിടേണ്ടി വരുന്ന വിശേഷിച്ചും ശാരീരികമായ പീഡനം, മാനസികമായ പീഡനവും ഉണ്ട്. അതിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി ഒരു ക്രിമിനൽ കോർട്ടിനെ സമീപിക്കാൻ അവകാശം നൽകുന്ന ഒരു പ്രൊവിഷനാണ് അത്. സെക്ഷൻ 498A കൈകാര്യം ചെയ്യുന്നത് പ്രധാനമായും ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുക്കളോ വിവാഹിതയായ ഒരു സ്ത്രീയെ സ്വന്തം വീടിനകത്താണല്ലോ വിശേഷിച്ചും നടത്തുന്ന പീഡനങ്ങൾ. അത് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടോ, അതല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്ട്ലി സ്ത്രീധനം എന്ന് പറയാതെ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് വസ്തുക്കളോ ആഭരണങ്ങളോ പണമോ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന മാനസികമോ ശാരീരികമോ ആയ പീഡനങ്ങൾക്കെതിരെ ഒരു സ്ത്രീക്ക് ക്രിമിനൽ കംപ്ലൈന്റ് കൊടുക്കാം എന്നാണ് ഈ നിയമം പറയുന്നത്. 1983 നടപ്പിലാക്കിയ ഈ നിയമം കുറെ അധികം ഉപയോഗിക്കപ്പെട്ടിട്ടുമുണ്ട്. അതിനെക്കുറിച്ച് വളരെയധികം വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഗാർഹിക പീഡനം എന്ന വാക്കിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന തരത്തിലുള്ള വിവിധങ്ങളായ പീഡനമുറകൾ എല്ലതുമൊന്നും ഈ 498Aയുടെ പരിധിയിൽ വന്നിരുന്നില്ല. എന്ന് മാത്രമല്ല, ഈ പ്രൊവിഷന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന ആളുകൾ ചൂണ്ടിക്കാണിച്ചത് സെക്ഷൻ 198A പ്രകാരമുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ രീതികൾ അനുസരിച്ചാണ് ഒരു കംപ്ലൈന്റ് കൊടുക്കണം. അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് ഞാൻ പറയുമ്പോൾ ക്രിമിനൽ കോടതിയിൽ കംപ്ലൈന്റ് കൊടുക്കണമെന്ന് മാത്രമല്ല, FIR, അറസ്റ്റ്, അങ്ങനെ ഒരു ക്രിമിനൽ നടപടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു നിയമ നടപടി ആവുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്ന എത്ര സ്ത്രീകൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്ന ചോദ്യവും ബാക്കിയാവുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് 2005 പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പാസ്സാക്കുന്നത്. ഇനി ആദ്യത്തെ ചോദ്യം, ഈ നിയമപ്രകാരം ആർക്കാണ് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണല്ലോ. പേര് തന്നെ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമം സംരക്ഷിക്കുന്നത് സ്ത്രീകളുടെ അവകാശത്തെയാണ്. സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം കംപ്ലൈന്റ് കൊടുക്കാൻ സാധിക്കുന്നതും. ഈ ആക്ടിനെ കുറിച്ച് വന്നിരിക്കുന്ന ഒരു വിമർശനവും അതാണ്. എന്താണ്? പുരുഷന്മാർക്ക് ഗാർഹിക പീഡനമില്ലേ? ഉണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ റിലയബിൾ ആയിട്ടുള്ള ഏത് സ്റ്റഡി എടുത്തു നോക്കിയാലും 90% മുകളിലായി കാണുന്നത് ഇതിന്റെ വിക്ടിംസ് സ്ത്രീകളാണ് എന്നതാണ്.
അതുകൊണ്ട് തന്നെ ഈ നിയമം സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒരു സ്ത്രീക്ക് മാത്രമാണ് ഇതിന്റെ പ്രൊട്ടക്ഷൻ ലഭ്യമാവുന്നതും. രണ്ടാമത് പറയുന്ന വിമർശനം, സ്ത്രീകൾ എന്ന ജെൻഡർ ബ്രാക്കറ്റിൽ വരുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിന്റെ പ്രൊട്ടക്ഷൻ. ഇന്ന് ജെൻഡർ എന്ന വാക്ക് വളരെയധികം വികാസം പ്രാപിച്ചുകൊണ്ടുവരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ജെൻഡർ എന്ന വാക്കിന് മെയിൽ ഫീമെയിൽ എന്നതിനപ്പുറം ഒരുപാട് ലിംഗസ്വത്വങ്ങൾ അംഗീകരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റൊരു ലിംഗസ്വത്വം വഴിയും സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നവർക്ക് പോലും ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുകയില്ല എന്നതും പറയേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിന്റെ സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഫീമെയിൽ എന്ന ഒരു ജെൻഡർ ഐഡന്റിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ആക്ടിന്റെ സംരക്ഷണം ലഭ്യമാകുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കുറ്റങ്ങളിൽ 70% അതിലധികമോ ഡൊമസ്റ്റിക് വയലൻസ് ആണ് എന്നതാണ്. അതായത് കവികളൊക്കെ പാടിപ്പുകഴ്ത്തുന്ന സുന്ദരമായ സെക്വേർഡായ കുടുംബത്തിന്റെ 4 ചുവരുകൾക്കുള്ളിലാണ് സ്ത്രീ ഒട്ടും സുരക്ഷിതയല്ലാത്തത് എന്ന്. അതുകൊണ്ട് തന്നെ ആർക്കെതിരെയാണ് കംപ്ലൈന്റ് കൊടുക്കാവുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ആക്ട് പ്രകാരം ഒരു സ്ത്രീക്ക് സ്വന്തം ഭർത്താവിനെതിരെയോ ഭർത്താവിന്റെ മെയിൽ റിലേറ്റീവ്സിനെതിരെയോ മാത്രമാണ്, അതായത് അഡൽട്ട് മെയിൽ റിലേറ്റീവ്സ് എന്നാണ് സെക്ഷൻ 2Q ഡിഫൈൻ ചെയ്തത്, മാത്രമാണ് കംപ്ലൈന്റ് കൊടുക്കാവുന്നത് എന്നാണ് ഒറിജിനൽ ആക്ടിന്റെ പ്രൊവിഷൻസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത് ശരിയല്ലെന്ന് 2011 കോടതി കണ്ടെത്തുകയുണ്ടായി. 2016 വളരെ വ്യക്തമായ ഒരു വിധി പ്രസ്താവത്തിലൂടെ വർസോവ ജഡ്ജ്മെന്റിൽ സുപ്രീം കോടതി 2Q സെക്ഷനിൽ പറയുന്ന അഡൽട്ട് മെയിൽ എന്ന വാക്ക് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുകയും ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം കംപ്ലൈന്റ് ചെയ്യാവുന്ന ആർക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാം എന്നതിൽ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു. അതായത് ഒരു സ്ത്രീക്ക് സ്വന്തം ഭർത്താവിനെതിരെയോ ഭർത്താവിന്റെ ഏത് തരത്തിലുള്ള ബന്ധുക്കൾക്കെതിരെയോ ഡൊമസ്റ്റിക് വയലൻസ് കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ള ചോദ്യം എങ്ങനെയാണ് എന്നതല്ലേ. ഇന്ത്യയുടെ ഒരു കൾച്ചറൽ കണ്ടെക്സ്റ്റിൽ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഒരു സാധാരണ സ്ത്രീ എൻ്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബന്ധുക്കൾ എന്നെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കുന്നത് തന്നെ തീരെ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ സാധാരണ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഒരു സ്ത്രീക്ക് ഒന്നുകിൽ താൻ താമസിക്കുന്ന പെർമനന്റ്ലി അല്ലെങ്കിൽ ടെമ്പററി താമസിക്കുന്ന അല്ലെങ്കിൽ അവരെന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ചെയ്യുകയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ജോലി ചെയ്യുകയോ ആണെങ്കിൽ അത് എവിടെ വെച്ചിട്ടാണോ അതിൻ്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി കംപ്ലൈന്റ് കൊടുക്കാം. ഇനി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ മടിക്കുന്ന അല്ലെങ്കിൽ പോലീസുകാരോട് ഇടപെടാൻ പൊതുവെ ഭയപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇതിൽ തന്നെ ഒരു പ്രൊവിഷൻ ഉള്ളത് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ്. ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം നിയോഗിക്കപ്പെട്ട പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സിന്റെ ഉത്തരവാദിത്വമാണ് ഇങ്ങനെ കംപ്ലൈന്റുമായി വരുന്ന സ്ത്രീകളെ സഹായിക്കുക എന്നത്. അത് കംപ്ലൈന്റ് എഴുതാൻ സഹായിക്കലാവാം, കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ സഹായിക്കലാവാം. ഇനി ഡൊമസ്റ്റിക് വയലൻസ് കേസ് ഫയൽ ചെയ്തതിന് ശേഷമുള്ള ആ സ്ത്രീയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. മറ്റ് കംപ്ലൈന്റുകൾ പോലെയല്ല, സ്വന്തം ആളുകൾക്ക് നേരെയാണല്ലോ ഇങ്ങനെ ഒരു കംപ്ലൈന്റ്. തിരിച്ചു പോയി അവരുടെ കൂടെ തന്നെ ജീവിക്കുകയും വേണ്ടേ? അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയധികം നിയമങ്ങൾ ഉണ്ടായിട്ടും ഡൊമസ്റ്റിക് വയലൻസുകൾ കുറവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമം അനുശാസിക്കുന്ന ചില റിലീഫ് മെത്തേഡ്സ് ഉണ്ട്. അതായത് കോടതിക്ക് ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുക്കാം. ഈ കംപ്ലൈന്റ് ചെയ്ത സ്ത്രീയെ ഇത് തീരുമാനമാകുന്നത് വരെ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രൊട്ടക്ടിംഗ് ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക. ഈ പ്രൊട്ടക്ടിംഗ് ഓഫീസേഴ്സ് എന്താണ് നോക്കേണ്ടത്? കാരണം തുടർന്ന് ആ സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതായത് ആർക്കെതിരെയാണോ കംപ്ലൈന്റ് കൊടുത്തത് ആ ആള് ഈ സ്ത്രീയെയോ ഈ സ്ത്രീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വരികയോ ഉപദ്രവിക്കുകയോ അവരുടെ കുട്ടികൾ എവിടെയാണ് സ്കൂളിലോ കോളേജിലോ പോകുന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലാതിരിക്കുകയും ചെയ്യുക. അതായത് ഒരിക്കൽ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം പെർപെട്രേറ്ററുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ഭീഷണിയോ മറ്റു തരത്തിലുള്ള പീഡനങ്ങളോ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ കോടതി ഇഷ്യൂ ചെയ്യാം. ഇനി അതല്ല വേണ്ടത്, അതും മറ്റെന്തെങ്കിലും ആവശ്യപ്പെടാം. പരാതി കൊടുക്കുന്ന സ്ത്രീ പറയാണ്, ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യം അങ്ങനെയാണല്ലോ, അത്രയധികം കടുത്ത പാട്രിയാർക്കി നിലനിൽക്കുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് ഒന്നുകിൽ സ്വന്തം വീട് എന്ന് പറയുമ്പോൾ സ്വന്തം അമ്മയുടെയും അച്ഛന്റെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയോ വീടാണ്.
പിന്നെയുള്ളത് ഭർത്താവിന്റെ വീടാണ്. സ്വന്തമായി വീടില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം സ്ത്രീകൾ. അതുകൊണ്ട് ഒരിക്കൽ ഭർത്താവിനോ അവരുടെ ബന്ധുക്കൾക്കോ എതിരെ കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെവിടെ പോയി താമസിക്കും എന്നത് വലിയൊരു ഇഷ്യൂ ആണ്. അങ്ങനെയുള്ള സ്ത്രീകളെ സാധാരണ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് പതിവ്. അവിടെയാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ പ്രസക്തി വരുന്നത്. ഇത് പ്രകാരം ഒരു റെസിഡൻസ് ഓർഡർ ഇഷ്യൂ ചെയ്യാം. അങ്ങനെ വന്നാൽ അതുവരെ താമസിച്ചിരുന്ന വീട്ടിൽ ആരുടെ ഉപദ്രവം സഹിച്ചാണോ വീട്ടിൽ താമസിച്ചിരുന്നത് അതേ വീട്ടിൽ ഒരു പ്രത്യേക മൂലയിലോ ഒരു പ്രത്യേക മുറിയിലോ ഉപദ്രവം കൂടാതെ താമസിക്കുന്ന രീതിയിലുള്ള കോർട്ട് ഓർഡർ കോടതികൾ പാസ്സാക്കാം. അങ്ങനെ വരുമ്പോൾ പോലും ഇന്ത്യയിൽ നിലനിന്നിരുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് വാടകയ്ക്ക് എടുക്കുന്ന വീട്ടിലാവാം താമസിക്കുന്നത്. ഭർത്താവ് വീടൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്ന കാലത്തോളം അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുന്ന രീതിയിൽ കോടതികൾ ഉത്തരവുകൾ പാസ്സാക്കാറുണ്ട്. ഇനി രണ്ടാമതൊരു പ്രശ്നം വന്നത്, വളരെ സീരിയസ് ആയ ഒരു പ്രശ്നം വന്നത്, ഭർത്താവിന് സ്വന്തമായി വീടൊന്നുമില്ല. താമസിക്കുന്നത് ജോയിന്റ് ഫാമിലിയിലാണ്. ആ വീടാണെങ്കിൽ ഭർത്താവിന്റെ അമ്മയുടെയോ അച്ഛന്റെയോ മറ്റാരുടെയെങ്കിലോ പേരിലുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീക്ക് അവിടെ താമസിക്കാൻ അവകാശമൊന്നുമില്ലല്ലോ. ഈ വിഷയത്തിലാണ് 2020 വളരെ പ്രസിദ്ധമായ ഒരു നിയമനിർമ്മാണം, അതിന്റെ കേസ് ഞാൻ വീഡിയോന്റെ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കേസാണത്. ആ കേസിലോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു കേസിലോ പറയുന്നത് റൈറ്റ് ഫോർ ഷെയർഡ് ഹൗസ് ഹോൾഡ്. അതായത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഏത് വീട്ടിൽ താമസിക്കുന്നുവോ ആ വീട് ആരുടെ പേരിലോ ആവട്ടെ, അത് ഭർത്താവിൻ്റെ അമ്മയുടെയോ ഭർത്താവിൻ്റെ അച്ഛൻ്റെയോ ആവാം, അല്ലെങ്കിൽ ഭർത്താവ് താമസിക്കുന്ന ഒരു ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടി ആവാം. അങ്ങനെയുള്ള ഒരു ഷെയർഡ് ഹൗസ് ഹോൾഡിൽ പോലും താമസിക്കാനുള്ള അവകാശം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം കംപ്ലൈന്റ് ചെയ്ത സ്ത്രീക്ക് ഉണ്ടാകും. ആ കേസ് അതായത് അവർക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല ആ പ്രോപ്പർട്ടിയിൽ, പക്ഷെ അവിടെ താമസിക്കാൻ ഭർത്താവിന്റെ കൂടെ അത്രയും കാലം താമസിച്ചത് കൊണ്ട് ഈ കംപ്ലൈന്റ് കൊടുത്തതിന്റെ പേരിൽ മാത്രം പുറത്താക്കാൻ സാധിക്കില്ല. തുടർന്നും അവിടെ തന്നെ താമസിക്കാനുള്ള അവകാശം ഉണ്ടാവും എന്നത് 5 ചാപ്റ്റേഴ്സിലായി 37 സെക്ഷൻസ് മാത്രമുള്ള ഒരു ചെറിയ നിയമമാണ് ഇത്. എന്നാൽ ഇത് വളരെ ശക്തമായ ഒരു നിയമമാണെന്ന് പിന്നീട് വരുന്ന പല ജഡ്ജ്മെന്റ്സിലൂടെയും നമുക്ക് മുന്നിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2011 2016 2020 ഒക്കെ സുപ്രീം കോടതി ഓരോ വർഷവും ഈ സെക്ഷൻസിന്റെ പ്രൊവിഷൻസിനെ വളരെയധികം റാഡിക്കലായിട്ട് ഡിഫൈൻ ചെയ്തു വരികയാണ്. ഞാൻ പറഞ്ഞുവല്ലോ, ഇത്തരത്തിൽ കംപ്ലൈന്റ് ചെയ്യുന്ന സ്ത്രീ ഒരു വിവാഹ ബന്ധത്തിലായിരിക്കണം എന്ന് പോലും നിർബന്ധമില്ല. അതായത് ഞാൻ ഇതിനു മുമ്പ് ഭർത്താവിന്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞുവല്ലോ, ആ വാക്കിന് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മാരേജ് എന്ന നിർബന്ധം കൂടി ഇല്ല എന്നാണ് കോടതികൾ പറഞ്ഞത്. അതായത് ആ സ്ത്രീ ഭർത്താവിനോടൊപ്പം ജീവിക്കുകയോ അല്ലെങ്കിൽ ഒരു ലിവിങ് പാർട്ട്ണറുടെ കൂടെ ജീവിക്കുകയോ ആവാം. ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ഒരു മാരേജ് ഉണ്ടായില്ല എന്നതുകൊണ്ട് മാത്രം ഡൊമസ്റ്റിക് വയലൻസ് കംപ്ലൈന്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലാതെയാവുന്നില്ല. റിലേഷൻസ് ഓഫ് കോൺസാങ്ക്യൂനിറ്റി, വെദർ ഇറ്റ് ഇസ് എ ലീഗൽ മാരേജ് ഓർ നോട്ട്, അതായത് വിവാഹം മൂലമുള്ള ബന്ധം, വിവാഹേതര ബന്ധം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബൈഗമസ് റിലേഷൻഷിപ്പ്, അതും അല്ലെങ്കിൽ ലിവ് ഇൻ പാർട്ട്ണർഷിപ്പ്, ഇങ്ങനെ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഓഫ് കോൺസാങ്ക്യൂനിറ്റി ഉണ്ടായിരുന്നാൽ പോലും അത്തരത്തിലുള്ള പാർട്ട്നേഴ്സിനോ അവരുടെ ബന്ധുക്കൾക്കോ എതിരെ കംപ്ലൈന്റ് കൊടുക്കാനുള്ള അവകാശവും ഈ നിയമം സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഡൊമസ്റ്റിക് വയലൻസ് എന്ന വാക്കിനെ ഡിഫൈൻ ചെയ്യുന്നതും വളരെ വൈഡ് ആയിട്ടാണ്. കാരണം അതിൽ ഫിസിക്കൽ വയലൻസ്, മെന്റൽ വയലൻസ്, ഇക്കണോമിക് വയലൻസ്, ഇമോഷണൽ വയലൻസ് എല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. അതായത് ശാരീരികമായിട്ടുള്ള ഉപദ്രവം, ഒരാള് തല്ലുക, പിടിച്ചു കെട്ടുക, മുറിയിൽ അടച്ചിടുക, പട്ടിണിക്കിടുക, ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളതാണ് ഇന്ത്യയിൽ. അതിന് പുറമെ ജോലി ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ പൂർണ്ണമായി ശമ്പളം എടുത്തു മാറ്റുക, അല്ലെങ്കിൽ ATM കാർഡുകൾ പിടിച്ചു വയ്ക്കുക, ഇതൊക്കെ സാധാരണയായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇതും അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഉപയോഗിച്ചിട്ട് സ്ത്രീകളെ ട്രോമാറ്റൈസ് ചെയ്യുക, കുട്ടികളെ കാണാൻ സമ്മതിക്കാതിരിക്കുക, കുട്ടികളെ പീഡിപ്പിക്കുക, അവരെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തു നിന്ന് മാറ്റി താമസിപ്പിക്കുക, അല്ലെങ്കിൽ ഡിറോഗേറ്ററി ആയിട്ടുള്ള കമന്റ്സ് പബ്ലിക്കായിട്ട് പാസ്സാക്കിയിട്ട് അവർക്ക് മെന്റൽ ഹരാസ്മെന്റ് ഉണ്ടാക്കുക. ഇങ്ങനെ വളരെ വൈഡ് ആയിട്ടാണ് ഈ വയലൻസ് എന്ന വാക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വരുന്ന എല്ലാതരം കുറ്റകൃത്യങ്ങൾക്കെതിരെയും കോടതിയെ സമീപിക്കാനുള്ള ഒരു അവകാശം ഈ ആക്ട് സ്ത്രീകൾക്ക് നൽകുന്നുണ്ട്.
ചെറിയ സമയത്തിനുള്ളിൽ പ്രധാനപ്പെട്ട പ്രൊവിഷൻസിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും പറയാൻ ബാക്കിയുള്ള പലതും ഉണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടണം. ഐ ബി ഹാപ്പി ടു ഹെൽപ്പ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ വീട്ടിൽ എന്നെ സഹായിക്കാൻ വരുന്ന സുഹൃത്താണ് രുക്മിണി. 18 വയസ്സ് തികഞ്ഞപ്പോഴേക്കും വിവാഹം മാത്രമല്ല 2 കുട്ടികളുടെ ജനനവും കഴിഞ്ഞു. രുക്മിണി എന്നോട് പറയാറുണ്ട്, വിചാരിച്ചു ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സഹിക്കേണ്ടി വരുന്ന പല അനുഭവങ്ങളിൽ ഒന്നാണ് ഈ തല്ലുകൊള്ളലും എന്ന്. ഈ കുട്ടികളെയും ഒരു രാത്രി വീടിന് പുറത്താക്കിയ ഭർത്താവിനോട് പ്രതിഷേധിക്കാതെ മക്കളെയും കൊണ്ട് പണിയെടുത്ത് ജീവിക്കാൻ തുടങ്ങിയവർ. ഇനിയുമുണ്ട് കഥയിൽ ട്വിസ്റ്റ്. 20 വയസ്സായ മകൻ മദ്യപിച്ച് വീട്ടിൽ വന്ന് സ്വന്തം വീടിന്റെ വാതിൽ മുട്ടി ബഹളം കൂട്ടുകയും ചുറ്റും താമസിക്കുന്നവരെ കൂടി ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത ഒരു ദിവസം രുക്മിണി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു. ഇതൊരമ്മയാണോ എന്ന് ചോദിച്ച ആളുകളോട് പറഞ്ഞു അത്രേ, എന്റെ മകനെ നോക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു, നാട്ടുകാരിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും എനിക്ക് തന്നെയാണല്ലോ എന്ന്. അകാരണമായി ആരുടെയും തല്ലുകൊണ്ടിരിക്കാനുള്ളതല്ല തന്റെ ജന്മം എന്ന് തിരിച്ചറിഞ്ഞ ഇവളാണ് എൻ്റെ ആത്മസുഹൃത്ത്. എടുത്തുപയോഗിക്കാൻ മനോധൈര്യമുള്ളവർക്ക് എന്നും തുണയാവുന്ന നിയമം നിങ്ങളെയും എന്നെയും രക്ഷിക്കട്ടെ.